മാഷേ, ഇക്കഴിഞ്ഞ ദിവസം വളരെ രസകരമായ എന്നാൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതായത് പല മന്ത്രിമാർക്കും വൈഫ് ഇൻ ചാർജ്മാരുണ്ട് എന്നായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മാത്രമല്ല EMSൻ്റെ കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. ഇത് ചില കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ബഹാവുദ്ദീൻ നദ്വി? തീർച്ചയായിട്ടും എനിക്കത് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ആദ്യം തോന്നിയത് അതിനെ സ്വാഗതം ചെയ്യാനാണ്. കാരണം ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം ഈ ബഹാവുദ്ദീൻ നദ്വി ആരാന്നറിയോ? അദ്ദേഹം സമസ്ത മുഷാവറ അംഗമാണ് ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം ചെമ്മാട് സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, അറബിക് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമി. അതിൻ്റെ വൈസ് ചാൻസലറാണ്. നമ്പർ 2, നല്ല ഗ്രന്ഥകാരനാണ്, സ്കോളറാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇദ്ദേഹം ഈ സമസ്തയിലെ പിളർപ്പിൽ മുസ്ലിം ലീഗിന് അനുകൂലമായി എതിരായി 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതിലിപ്പോൾ മുസ്ലിം ലീഗിന് അനുകൂലമായ ഗ്രൂപ്പ് ശുഷ്കിച്ചു വന്ന് ഇപ്പോൾ ഇദ്ദേഹവും ഈ ഞാനും എൻ്റെ തട്ടാനെന്ന് പറയും പോലെ അദ്ദേഹവും തന്നെ ഉള്ളൂ. അപ്പോൾ ഒറ്റയാൾ പട പോലെ സമസ്തക്കകത്ത് മുസ്ലിം ലീഗിന് അനുകൂലമായി നിൽക്കുന്ന ഒരേ ഒരാളാണ്. അങ്ങനെ ഒരു പണ്ഡിതൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ, MP മാരും MLA മാരും മന്ത്രിമാരും ഒക്കെ എല്ലാവർക്കും എന്താ പറയുക, വൈഫ് ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പഴയ ഭാഷയിൽ അതിന് കീപ്പ് എന്ന് പറയും, അല്ലേ? അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും അങ്ങനെ കീപ്പുമാരുണ്ട് എന്ന് ബഹാവുദ്ദീൻ നദ്വിയെ പോലെ ഒരു നേതാവ് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്തറിയാവുന്ന, അദ്ദേഹം ഈ പോരുകോഴിയെ പോലെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന് വേണ്ടിയാണല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരെക്കുറിച്ചായിരിക്കും? കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടി ഇറങ്ങിയിട്ടുണ്ട് ഹാലിളകിയിട്ട്. എനിക്ക് തോന്നുന്നത് എന്തിനാ അത്? അദ്ദേഹം പറഞ്ഞ ആരെക്കുറിച്ചായിരിക്കണം? അദ്ദേഹം എന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അദ്ദേഹം കോൺഗ്രസ് അല്ല, അദ്ദേഹം ലീഗാണ്. ലീഗിന് വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹമാണ് പറയുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ സ്റ്റെപ്പിനിമാരുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പിനി ഭാര്യമാരുണ്ട്, അല്ലെങ്കിൽ ഈ വൈഫ് ഇൻ ചാർജുമാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിനാദ്യം പൊള്ളേണ്ടത് ആർക്കാ? ഉസ്താദിനോട് ചോദിക്കണ്ടേ? നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞങ്ങളെക്കുറിച്ചാണോ എന്ന് ചോദിക്കണ്ടേ? കുഞ്ഞാലിക്കുട്ടി ചോദിക്കണ്ടേ? വേണ്ടേ? ഈ പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കന്മാർ, പണക്കട തങ്ങന്മാർ ചോദിക്കണ്ടേ? മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കുറിച്ചാണോ ആ പറഞ്ഞത് എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാരെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്തറിയാവുന്ന, അദ്ദേഹം തീവ്രമായി പിന്തുണക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിന് ഇത് ബാധകമാണോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ മുസ്ലിം ലീഗ് അങ്ങേയറ്റം ജീർണിച്ചിരിക്കുന്നു എന്നല്ലേ അർത്ഥം? നമ്മുടെ ധാർമ്മികവും നമ്മുടെ സാംസ്കാരികവുമായ കുടുംബ സംവിധാനത്തെ പൂർണ്ണമായും പൊളിച്ചു കളയുന്നത് ലീഗ് നേതാക്കന്മാരാണ് എന്നല്ലേ ഒന്നാമത്തെ അർത്ഥം? ആണല്ലോ. 2, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണല്ലോ പറയേണ്ടത്. പുറത്തുള്ളവരെ കുറിച്ച് പറയാൻ അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം പറയുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ മഹാപണ്ഡിതന്മാർ ഇത്രയും കാലം പ്രചരിപ്പിച്ച ധാർമ്മികത എന്താണ്? എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഞങ്ങൾ ഇത്രയും കാലം ചെയ്ത പണി വെള്ളത്തിലായി എന്നല്ലേ എൻ്റെ അർത്ഥം? ഞങ്ങൾ വമ്പിച്ച വില വാങ്ങി മതപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നു, ഞങ്ങൾ മദ്രസകളിൽ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് നന്നേ ചെറിയ പ്രായത്തിൽ കുട്ടികളെ പിടിച്ചെടുത്തിട്ട് അവർക്ക് ധാർമ്മികത കൊടുക്കുന്നു. ഈ കെട്ടി ജലീൽ ഒരിക്കൽ ചോദിച്ച ചോദ്യമില്ലേ, ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളല്ലേ നാളെ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്? അപ്പോൾ എന്ത് ധാർമ്മികതയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അത് ബഹാവുദ്ദീൻ നദ്വിക്കും ബാധകമാണ്. നിങ്ങൾ ഇത്രയും കാലം വയല് പറഞ്ഞിട്ട് എന്തായി ഉസ്താദെ? നിങ്ങൾ ഇത്രയും കാലം ഈ കുട്ടികളെ മുഴുവൻ പഠിപ്പിച്ച് വിട്ടിട്ട് നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ എവിടെയാണ് എത്തി നിൽക്കുന്നത്? സ്വന്തം കുടുംബ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, കുത്തഴിഞ്ഞ സാമൂഹ്യ ജീവിതം നയിക്കുന്നു എന്നല്ലേ അർത്ഥം? അതുകൊണ്ട് അദ്ദേഹം സ്വന്തം പരാജയം ഏറ്റുവാങ്ങല്ലേ? അദ്ദേഹം ന്യായീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ന്യായീകരിക്കുന്നതിനെ, ഇതിനെ സമർത്ഥമായി അദ്ദേഹം, എനിക്ക് തോന്നുന്നു മണ്ടത്തരം കൊണ്ട് പറഞ്ഞു പോയതാവും. അദ്ദേഹം സമർത്ഥമായി ന്യായീകരിക്കുന്ന 2 കാര്യങ്ങളെ. ഒന്ന്, ഇതിൻ്റെ കൂടെ ഇപ്പം ഈ പറഞ്ഞല്ലോ, EMSൻ്റെ ഉമ്മാക്ക്, EMSൻ്റെ ഉമ്മ 11 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചില്ലേന്ന്. ഇത് തന്നെയാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നിങ്ങളിപ്പോഴും ഏത് കാലം വായിച്ചാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്? EMSൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചു. EMS മരിച്ചിട്ട് എത്ര കൊല്ലായി? EMSൻ്റെ അമ്മ കല്യാണം കഴിച്ച കാലം ഏതായിരിക്കും? ആ കാലത്ത് ഇവിടെ ശൈശവ വിവാഹം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലാ ജാതിയിലും ഉണ്ടായിരുന്നു, എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നതാണോ പുരോഗമനം? അതാണോ ഒരു ജനതയുടെ പുരോഗതി? എൻ്റെ ഉമ്മ കല്യാണം കഴിച്ചിട്ടുണ്ടോ 9 വയസ്സിലും 10 വയസ്സിലും ഒക്കെ? അന്ന് എപ്പോഴാണ് അറിയാലോ, പ്രായപൂർത്തിയായാൽ മതി, വേറൊന്നും വേണ്ട. പ്രായപൂർത്തിയുടെ അളവ് നമ്മളെ സർട്ടിഫിക്കറ്റ് അല്ല. പക്ഷേ എൻ്റെ മക്കൾ 27, 25, 26 ഒക്കെ
ആയിട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് കാലം മാറിയില്ലേ? നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഏത് കാലത്തോടാണ് സംസാരിക്കുന്നത്? ഏത് കാലത്തെ തലമുറയാണ് നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത്? നിങ്ങൾ ഈ EMSൻ്റെ അമ്മ കല്യാണം കഴിച്ച കാലത്തേക്ക് ഈ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് സ്വന്തം വീട്ടിൽ ചെന്ന് ആട്ടി ഇറക്കൂലേ മക്കൾ? ഏത് കാലത്തോടാണ് ഒന്ന്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്ന ന്യായം എന്താ? ശൈശവ വിവാഹം കൊള്ളാം. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ശൈശവ വിവാഹം കൊള്ളാം എന്ന് പറയുന്ന ഒരു ഉസ്താദിനെ ഈ കാലം അംഗീകരിക്കുമോ? കാലത്തെ സ്വന്തം വീട്ടുകാരെ അംഗീകരിക്കുമോ? നാട്ടുകാരെ അംഗീകരിക്കുമോ? രാജ്യം അംഗീകരിക്കുമോ? പക്ഷെ ചില ഉസ്താദുമാരെ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ അനുകൂലിച്ച് പറയുന്നവരുണ്ടല്ലോ. പക്ഷേ മാഷ് പറഞ്ഞതുപോലെ ഇത്രയും സ്കോളർ ആയിട്ടുള്ള ഒരാള് ഇതിനെ ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ഇത് ഈ സ്കോളർഷിപ്പിന്റെ ഒക്കെ പ്രശ്നമാണ്. എല്ലാ സ്കോളർമാരും ഈ പറയുന്ന ശൈശവ വിവാഹം ശരിയാണ് എന്ന് വാദിക്കുന്ന, സംഗീതം ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്ന അവരൊക്കെ ഭയങ്കര സ്കോളേഴ്സാണെന്നാണ്. ആരാണ് പണ്ഡിതൻ എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഉലമ എന്നാണ് പറയുക. സമസ്തയുടെ മുഴുവൻ പേര് എന്താണെന്നറിയോ? സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്നാണ്. അതായത് കേരളം മുഴുവനുള്ള ജമ്മിയത്ത് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ, ഉലമ എന്ന് വെച്ചാൽ പണ്ഡിതൻ. അപ്പോൾ ഇവർ കേരളം മുഴുവനുള്ള പണ്ഡിതന്മാരുടെ സംഘടന എന്നാണ് പറയുക. അറബിക് ഡിക്ഷണറിയിൽ ഉലമ എന്ന് പറഞ്ഞ അർത്ഥം സയൻറ്റിസ്റ്റ് എന്നാണ്. കേരളം മുഴുവനുള്ള ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന. അപ്പോൾ ആരാണ് അതിനെ നയിക്കേണ്ടി വരിക? ഒറ്റ എണ്ണത്തിനെ കിട്ടുമോ? ആലോചിച്ച് നോക്കൂ. പുതിയ തലമുറയിൽ സയൻറ്റിസ്റ്റുകളായ ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ട്. സയൻസ് കഴിഞ്ഞ് PG കഴിഞ്ഞ് റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ, പലയിടത്തും ഡോക്ടറേറ്റൊക്കെ കിട്ടിയ കുട്ടികളുണ്ട്. അവരല്ലാതെ അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആധുനികമായ ശാസ്ത്രജ്ഞാനമുള്ള ആളുകളെയാണ് ഉലമ എന്ന് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്. അതിന് പകരം ഈ പഴയ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച, ഖുർആനും സുന്നത്തും പഠിച്ചു വെച്ച് അത് കാണാതെ പഠിച്ചിട്ട് ഉരുവിടുന്നവനാണ് പണ്ഡിതൻ എന്ന് പറയുന്നതിൻ്റെ കുഴപ്പമാണിത്. സ്കോളേഴ്സാണ് ഇവരൊക്കെ. പ്രശ്നം ഇവർ രണ്ട് കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. രണ്ടും അവരുടെ തലമുറ തള്ളിക്കളഞ്ഞതാണ്. അതായത് അവരുടെ തലമുറ, അവരുടെ മക്കളെ തലമുറ പുതിയ കാലം തള്ളിക്കളഞ്ഞ. ഒന്ന്, EMSൻ്റെ അമ്മ 11 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് നല്ലതാണ്. എന്നിട്ട് എന്താ പറയണത്? അതുകൊണ്ട് എന്താ EMSനെ പോലുള്ള നല്ല ഉത്തമന്മാരായ പുത്രന്മാരുണ്ടായി എന്നാ കേട്ടാൽ കമ്മ്യൂണിസ്റ്റുകാർ കൈയടിച്ചോളുന്ന അവരുടെ ധാരണ. ശരിയാണോ അത്? ആലോചിച്ച് നോക്കൂ. എന്നാൽ അതുകൊണ്ട് നല്ല കുട്ടികളുണ്ടാവണമെങ്കിൽ നേരത്തെ കല്യാണം കഴിക്കണം എന്നർത്ഥം. ശൈശവ വിവാഹത്തെ വളരെ വളരെ സുന്ദരമായി അങ്ങേയറ്റം പരിഹാസ്യമായി ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ എന്തിനായി രാഷ്ട്രീയക്കാരെ മുഴുവൻ അടച്ച് അദ്ദേഹം ആക്ഷേപിക്കുന്നത്? നിങ്ങൾക്കൊക്കെ സ്റ്റെപ്പിനി ഭാര്യമാരുണ്ട്, നിങ്ങൾക്കൊക്കെ കീപ്പുമാരുണ്ട്, നിങ്ങൾക്കൊക്കെ വൈഫ് ഇൻചാർജുമാരുണ്ട് എന്ന് രാഷ്ട്രീയക്കാരെ ആരേനെ വെച്ചാൽ ന്യായീകരിക്കുന്നത്? രാഷ്ട്രീയക്കാരെ വെച്ചാൽ ന്യായീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മാത്രമാണോ അതുള്ളത്? ഈ വഴിവിട്ട ബന്ധങ്ങൾ, വഴിവിട്ടാന്നൊക്കെ പറയുന്നത് ബ്രാക്കറ്റ് കൊട്ടേഷനിലിട്ട് പറയേണ്ടതാണ്. വഴിവിട്ട എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഇഷ്ടങ്ങൾ കുടുംബത്തിന് പുറത്തുണ്ടോ? ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമാണോ? ഞാൻ കേട്ടിടത്തോളം മതപണ്ഡിതന്മാർക്കുള്ളത്ര മറ്റുള്ളവർക്കില്ല. എത്ര കേസുകളാണ് മതപണ്ഡിതന്മാരുടെ അവിഹിത ബന്ധങ്ങൾ പുറത്തു വന്നത്? ഇല്ലേ? ആർക്കാ ഇല്ലാത്തത്? കലാരംഗത്തില്ലേ? സാഹിത്യത്തിലില്ലേ? സംസ്കാരത്തില്ലേ? മാധ്യമരംഗത്തില്ലേ? എവിടെ ഇല്ലാത്തത്? അപ്പോൾ ഇത് മൊത്തം ഒരു സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താ? നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്ക് ഈ അവിഹിതമായി അല്ലെങ്കിൽ വിവാഹേതര ബന്ധം നിലനിർത്തുന്നതിനേക്കാൾ നല്ലതെന്താ? അതൊക്കെ വിവാഹബന്ധമാക്കി മാറ്റുക. രണ്ടുപേര് തമ്മിൽ എവിടെയെങ്കിലും വഴിയിൽ കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ കെട്ടുക. അപ്പോൾ പണ്ട് EMSനെതിരെ അതാണ് 8ഉം കെട്ടും 10ഉം കെട്ടും, EMSൻ്റെ മോളയും കെട്ടുമെന്ന് ശരീഅത്ത് കാലത്ത് മുദ്രാവാക്യം. അതിൻ്റെ ഒരു വെർഷനാണിത്. കെട്ടിക്കൊള്ളുക, നിങ്ങൾ കെട്ടിക്കൊള്ളുക, അല്ലാതെ എന്നിട്ട് എല്ലാം പ്രോപ്പർട്ടി ആക്കി വെക്കുക സ്വന്തമായിട്ട്. ഇതാണ്. ഇതിൽ അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞാലേ പൂർത്തിയാവുള്ളൂ. ഇത് അന്തിമമായി നൽകുന്ന സൂചന എന്താണ്? ഈ കുടുംബ സംവിധാനങ്ങൾ തകരുന്നു, അല്ലെങ്കിൽ കുടുംബ സംവിധാനങ്ങളുടെ ഒരു ഹെറാർക്കി, എന്താതിന് പറയുന്നത്, ഒരു ഭദ്രതയുണ്ടല്ലോ, കുടുംബത്തിൻ്റെ ഭദ്രത. ഇതിൻ്റെ സമാന്തരമാണ് ഇവർ തന്നെ നടത്തുന്ന ചില മതപ്രസംഗങ്ങളുണ്ട്. എന്ന് വെച്ചപ്പോൾ ഡിവോഴ്സ് കേസുകൾ കൂടുന്നു, ഫാമിലി കോടതികൾ കേസ് കൂടുന്നു. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് നടന്നെടുക്കാൻ ഫ്രീഡം ഉള്ളതുപോലെ പുറത്തിറങ്ങി പോരാനും സ്വാതന്ത്ര്യമുണ്ട്. കുടുംബ കോടതികൾ കേസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പിരിഞ്ഞു പോകാനും ഒറ്റയ്ക്ക് ജീവിക്കാനും വേർവിട്ട് പോകാനുള്ള അവകാശത്തിന് വേണ്ടി അവൾ പൊരുതുന്നതല്ലേ? പോസിറ്റീവായിട്ടല്ലേ എടുക്കേണ്ടത്? അതിനെയും ഇവർ ആക്ഷേപിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കുടുംബ സംവിധാനത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ വളരെ വ്യാപകമാകുന്നു എന്ന് നെതുവിയെപ്പോലുള്ള ഈ
ബഹാവുദ്ദീൻ നദ്വിയെ പോലുള്ളവർ ആക്ഷേപിക്കുമ്പോൾ അതിനർത്ഥം ഇവർ ഈ ഘോഷിക്കുന്ന കുടുംബ സംവിധാനങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്നല്ലേ. അതെ. ഒരു സ്ഥാപനം ജീർണിച്ചു പോയാൽ തകർന്നു പോകും. അതെല്ലാവരും പരിശോധിക്കേണ്ടതാണ്. ഇത് ഒരു ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയക്കാർക്കോ സംസ്കാരത്തിനോ കലയിലോ സാഹിത്യത്തിലോ മാത്രമായിട്ട് ബാധകമല്ല. കുടുംബ സംവിധാനങ്ങൾ ശിഥിലമാകുന്നു എന്ന് പറഞ്ഞ അർത്ഥം ആ സംവിധാനത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റുകാർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ എന്തിനാണ് ഇത്രയേറെ കലഹമുണ്ടാക്കുന്നത്? കാരണം കുടുംബം സ്വകാര്യ സ്വത്ത് എന്ന ഒരു ഘടകം ഭൂമിയിൽ ഇല്ലാത്ത കാലത്തോളം, കുടുംബ സ്വത്ത് എന്ന സംവിധാനം ഉള്ള കാലത്ത് മാത്രമേ കുടുംബം നിലനിൽക്കുള്ളൂ. സ്വകാര്യ സ്വത്തുള്ളപ്പോൾ മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ പേരാണ് കുടുംബം എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ ഈ നദ്വി പറഞ്ഞാൽ എന്താ കലഹിക്കേണ്ട കാര്യം? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇത്ര പൊള്ളേണ്ട കാര്യം എന്താ? അവർക്കിത് ബാധകമല്ലേ? എത്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ പ്രണയം, എത്ര ആരോപണങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എണ്ണമറ്റ നേതാക്കളെ കുറിച്ച് ആരോപണങ്ങൾ വന്നില്ലേ? നിലനിൽക്കുന്ന എത്ര കേസുകളുണ്ട്? അപ്പോൾ ഇവരിപ്പോൾ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞതിനെ കലഹം കൊള്ളുമ്പോൾ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ തന്നെ തിരിച്ചുവിടേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് അത് രാഷ്ട്രീയമായ ആരോപണമല്ല, മറിച്ച് ഒരു മതപണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹം സംവദിക്കുന്ന കാലം ഏതാണ്, ആ കാലത്തിന് ചേർന്നാണോ പറയുന്നത്? ഒന്ന്. രണ്ട്, അദ്ദേഹം തന്നെ ഏറ്റുപറയുന്നത് അദ്ദേഹം തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ മണ്ണടിഞ്ഞു ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. മൂന്നാമത്തെ കാര്യം, കുടുംബ സംവിധാനങ്ങൾ തകർന്നു പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ആരാണ് അതിന് ഉത്തരവാദി? ഇവരുടെ കയ്യിലുള്ള ധർമ്മസംഹിത കൊണ്ടും മതപ്രമാണങ്ങൾ കൊണ്ടും നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സദാചാരവും നിലനിർത്താൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ആസ് എൻ ഇസ്ലാമിക് സ്കോളർ ബഹാവുദ്ദീൻ നദ്വി ഹാസ് ബീൻ എക്സ്പോസ്ഡ്. അദ്ദേഹം സ്വയം വിളിച്ചു പറയുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് പ്രതിഷേധമല്ല, സഹതാപമാണ് വേണ്ടത്. മാത്രമല്ല, സത്യസന്ധമായി ചിലത് ഈ വാക്കുകൾ വളച്ചൊടിച്ചാണെങ്കിലും സത്യസന്ധമായി ചിലത് പറയുന്നുവെങ്കിൽ അദ്ദേഹം മറ്റെന്തോ ന്യായീകരിക്കാൻ വേണ്ടി ബഹുഭാര്യത്വത്തെ ന്യായീകരിക്കാൻ ഇനി ഒറ്റ കാര്യം കൂടി എൻ്റെ കൂടെ ചേർത്ത് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം പറയുന്നത് ആണുങ്ങൾക്കൊക്കെ വൈഫ് ഇൻചാർജുമാരുണ്ട്. ഈ വൈഫ് ഇൻചാർജ് വരുന്നവരൊക്കെ അവിവാഹിതരായ സ്ത്രീകളാണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് പരിചയമുള്ള ഒരുപാട് ഭാര്യമാർക്ക് ഹസ്ബൻഡ് ഇൻചാർജുകൾ ഉണ്ട് എന്നല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എന്നാൽ വൈഫ് ഇൻചാർജുമാർ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുഭാര്യത്വത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പണ്ഡിതൻ ഹസ്ബൻഡ് ഇൻചാർജുമാരുണ്ടെങ്കിൽ ബഹുഭർത്തൃത്വം അനുവദിക്കുമോ? അതനുവദിക്കാതെ എങ്ങനെ നീതിയാവുക? അതുണ്ട് എന്നല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ആണ് മാത്രം ഒരു ഇൻചാർജ് ഉണ്ടാകുന്നില്ലല്ലോ, ആണ് മാത്രം ചെയ്യുന്നൊരു കുറ്റമല്ലല്ലോ ഇത്. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യസ്ഥിതി, ഞാൻ കേരളം മാത്രം തൽക്കാലം എടുക്കാം, കേരളത്തിൻ്റെ സാമൂഹ്യസ്ഥിതിയെ ഗുരുതരമായ ക്രോസ് സെക്ഷൻ ഈ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉപയുക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അത് ഈ വേണ്ടത്ര ആലോചനയില്ലാതെ പറഞ്ഞു പോയ മണ്ടത്തരമാണെങ്കിൽ പോലും ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവനയെ മുൻനിർത്തിയിട്ട് കേരളീയ സമൂഹം ഇത്തരം ധാർമ്മികവും സദാചാരവുമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ നന്നായിരിക്കും. അക്കാര്യത്തിൽ ബഹാവുദ്ദീൻ നദ്വിയോട് നന്ദി പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.